പ്രണയാഭ്യർത്ഥന സ്വീകരിക്കരുത് ഉടനെ തന്നെ. പ്രണയാഭ്യർത്ഥനകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് വൈകാരികമായി അടുത്തു കഴിഞ്ഞാൽ പിന്നെ ടാറ്റാ ബൈബി പറഞ്ഞു പോകുന്നത് പ്രപ്പോസ് ചെയ്ത ആളുകൾ തന്നെയായിരിക്കും. വർഷങ്ങളായി എനിക്ക് പ്രണയമായിരുന്നു, ആ പ്രണയം കാത്തു സൂക്ഷിക്കുകയായിരുന്നു, എനിക്ക് ആത്മാർത്ഥമായ പ്രണയം തന്നെയാണ്, ഓർമ്മകളുടെ ചില കൂമ്പാരങ്ങൾ അവർ നമുക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു കാട്ടുകയും ഒക്കെ ചെയ്യും. നമ്മൾ അതൊക്കെ വിശ്വസിക്കും. ഓർമ്മകളെ കൂട്ടുപിടിച്ചല്ലേ പറയുന്നത് ആത്മാർത്ഥമായ പ്രണയമാണെന്ന്. പെട്ടെന്ന് വൈകാരികമായി അടുക്കുകയും ചെയ്യും. പിന്നീട് വരാൻ പോകുന്നത് 8ന്റെ പണിയാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എന്താ കാരണം എന്നറിയോ? ഇവര് ആത്മാർത്ഥമായ ആകർഷണത്തെ ആയിരിക്കും ഒരുപക്ഷെ ആത്മാർത്ഥമായ പ്രണയമെന്ന് പറയുക. നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുമ്പോൾ അവർ വേഗം തന്നെ തടി തപ്പാനുള്ള കാര്യങ്ങൾ പിന്നെ പറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയമാണെന്നൊക്കെ പറഞ്ഞ് നല്ല പോളിഷ്ഡ് വാക്കുകളിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രണയാഭ്യർത്ഥന നടത്തുന്നവരോട് ചോദിക്കുക, ഫോർമൽ കമ്മിറ്റ്മെന്റ് ഓക്കെ ആണോ എന്ന്. പിന്നെ ചോദിക്കുക, ഞാനും കുറച്ചധികം സമയം എടുത്തോട്ടെ. അത് അവരോട് ചോദിക്കുന്നത് മാത്രമല്ല, നമ്മളും ആ ഒരു സമയം എടുത്ത് മാത്രമേ അവരെങ്ങനെയാണ്, അവരുടെ രീതികൾ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലായതിനു ശേഷം മാത്രമേ അവരോട് അടുപ്പം കാട്ടാൻ പാടുള്ളൂ. ഫോർമൽ കമ്മിറ്റ്മെന്റ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കാഷ്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അവരുടെ ഉദ്ദേശമെന്ന്. അതുകൊണ്ട് തന്നെ പ്രണയാഭ്യർത്ഥനകൾ വരുമ്പോൾ വ്യക്തമായ സമയമെടുത്ത് മനസ്സിലാക്കി മാത്രമേ അതിനെ സ്വീകരിക്കാൻ പാടുള്ളൂ. പ്രണയാഭ്യർത്ഥനകൾ ഉടനെ തന്നെ സ്വീകരിക്കരുത്.